ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സഭയുടെ വേറൊരു ശുശ്രൂഷയെക്കുറിച്ചാണ്. നമ്മൾ ഇന്നലെ കണ്ടത് സ്നാനം എങ്ങനെയാണ്, എന്തുകൊണ്ട് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. വളരെ ബ്രീഫായിട്ടാണ് നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്തൃമേശ, അപ്പം നുറുക്കൽ എന്ന ശുശ്രൂഷയെക്കുറിച്ചാണ്. കർത്തൃമേശയെക്കുറിച്ച് ഇന്ന് വിവിധങ്ങളായ കാഴ്ചപ്പാടുകൾ പല സഭകളിലുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്രീ ചർച്ചുകളിൽ, അതായത് പുതിയ ചർച്ചുകളിൽ ഈ കർത്തൃമേശ എന്ന് പറയുന്നത് നമുക്ക് രോഗസൗഖ്യവും പൈസയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ട് വ്യാഖ്യാനിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ലോകത്ത് നമ്മൾ സമ്പന്നരാകുന്നു, ഹീലിംഗ് ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള സങ്കല്പങ്ങളുള്ളവരുണ്ട്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊരു അനുഗ്രഹമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് ആത്മീക അനുഗ്രഹമാണ്. കാരണം കർത്താവിൻ്റെ മരണത്തിലാണ് നമ്മൾ പങ്കാളികളാകുന്നത്, ഓർമ്മിക്കുന്നത്. ശരിക്കും സ്നാനത്തിലൂടെ നമ്മൾ കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളികളാവുകയും അപ്പം നുറുക്കലിലൂടെ ഇത് വീണ്ടും വീണ്ടും പ്രസ്താവിക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഞങ്ങൾ പ്രൊട്ടസ്റ്റൻ്റുകാർ, അതായത് ഈ കാത്തലിക്സിൻ്റെയും യാക്കോബ ഓർത്തഡോക്സ് ഇങ്ങനെയുള്ള പൗരോഹിത്യ സഭകളുടെയും ഉപദേശ വ്യത്യാസങ്ങളെ പരാമർശിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഫോട്ടോസ് ഉണ്ടാക്കി വെക്കുന്നത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, ഇതൊക്കെ ബൈബിളിൽ വളരെ വ്യക്തമായി അരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നത്, കാരണം ബൈബിളിൽ ഒരിടത്തും അങ്ങനെ ഒരു സൂചനയില്ല. ശിഷ്യന്മാരാരും മറിയമിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ കാത്തലിക്സ് വിചാരിക്കുന്നത് കന്യാമറിയമിനെ അവഗണിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്നാണ്. ഒരിക്കലുമല്ല. സ്ത്രീകൾ ജനിച്ചവരിൽ കന്യാമറിയാമിനെ പോലെ ആരുമില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സ്വർഗത്തിൽ കന്യാമറിയാം തീർച്ചയായിട്ടും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, വിശുദ്ധയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനും കർത്താവിനെ പോലെ സർവ്വവ്യാപിയായിരിക്കാനും എല്ലാവരുടെയും ഹൃദയത്തിലുള്ള പ്രാർത്ഥനകൾ കേൾക്കാനൊന്നും കന്യാമറിയാമിന് സാധിക്കില്ല. ഒരു സൃഷ്ടിക്ക് സാധിക്കില്ല. ദൈവത്തിന് മാത്രമേ അങ്ങനെയുള്ള എല്ലായിടത്തുമുള്ളൊരു പ്രസൻസ് ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. സെപ്റ്റംബർ 8-ാം തീയതിയാണ് മിക്കവാറും ഈ മണർകാട് ഇങ്ങനെയുള്ള ചർച്ചകളിലെല്ലാം, ഈ മറിയമ്മിൻ്റെ പേരുള്ള ചർച്ചകളിലെല്ലാം പെരുന്നാൾ. അവിടെ എല്ലാം പ്രാർത്ഥന നടക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്നതും വേളാങ്കണ്ണി പ്രാർത്ഥിക്കുന്നതും വേറെ എല്ലാ ഷ്രൈനുകളിലും പ്രാർത്ഥിക്കുന്നതെല്ലാം മറിയം കേൾക്കുന്നുണ്ട് എങ്കിൽ മറിയം എവർ പ്രസൻറ്റ്, ഓംനി പ്രസൻ്റ് ആയിരിക്കണം. അതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ വരെ അറിയണം. അങ്ങനെ വരുമ്പോൾ ശരിക്കും മറിയം സർവ്വവ്യാപി സർവശക്തിയുമായിട്ട് വരികയാണ്. ഇതൊരു ഓമേജാണ്. ശരിക്കും അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇത് ദൈവത്തിന് തുല്യമായ രീതിയിലേക്കാണ് മറിയമിനെ കൊണ്ടുവരിക. അവിടെയാണ് നമുക്ക് ഒബ്ജക്ഷൻ ഉള്ളത്. നമ്മുടെ പ്രാർത്ഥനകൾ മറിയമിന് കേൾക്കാൻ സാധിക്കില്ല. മറിയമിന് അങ്ങനെയുള്ള ലോകസംബന്ധമായ കാര്യങ്ങളിലൊന്നും ഇൻട്രസ്റ്റും ഇല്ല. കർത്താവിൽ സന്തോഷിച്ച് സ്വർഗത്തിൽ വിശ്രമിക്കുന്ന വിശുദ്ധയായ മറിയമിനെ അവർ മധ്യസ്ഥയായി ഉപയോഗിക്കുമ്പം പ്രൊട്ടസ്റ്റൻ്റ് വേദശാസ്ത്രം അനുസരിച്ച് അത് തീർച്ചയായിട്ടും, ബൈബിൾ അനുസരിച്ച് തീർച്ചയായിട്ടും തെറ്റാണ്. അങ്ങനെ വിശുദ്ധന്മാർ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചവരെ നമ്മൾ ഇവിടുത്തെ ലോകകാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, അങ്ങനെ ബുദ്ധിമുട്ടാൻ അവരെ നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നൊന്നുമില്ല. എങ്കിൽ പോലും ആ വിശ്രമത്തിന് അവർ അനുവദിക്കാത്തൊരു മെൻറ്റാലിറ്റി, അത് ഒരു കാരണവശാലും നമുക്ക് വേദപുസ്തകം അനുസരിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം വിട്ടുപിരിഞ്ഞവർ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നു. അവർ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് വിമുക്തരായി റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ വിശുദ്ധരെ നമ്മൾ ഇവിടുത്തെ നിസാര ചെളിക്കകത്ത് ഇറങ്ങാനുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക്, ബിസിനസ്സിലേക്കൊക്കെ വലിച്ചഴക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. കാരണം ഓരോ മനുഷ്യനും ലോകത്ത് ജീവിക്കുവാനും പിന്നെ കർത്താവിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യുവാനൊക്കെയുള്ള ടൈം ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം കുഴപ്പങ്ങൾ നമ്മൾ ഈ കാത്തലിക് ഓർത്തഡോക്സ് ട്രഡീഷൻസിൽ നമ്മൾ കാണുന്നു. എങ്കിൽ പോലും ഏറ്റവും ഗുരുതരമായിട്ട് ഞാൻ കാണുന്നത് ഇതൊന്നുമല്ല, കുർബാന എന്ന് പറയുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ കുർബാന എന്ന് പറയുന്ന ആ ഒരു പരിപാടി ആവർത്തിക്കപ്പെടുന്ന യാഗമാണ്. കുർബാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ആവർത്തിക്കപ്പെടുന്ന യാഗം എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒറ്റ യാഗം മാത്രമേ ഉള്ളൂ, ഒരിക്കൽ മാത്രമേ യേശുക്രിസ്തു അർപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ആ ഏകയാഗം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബൈബിളിൽ. അപ്പോൾ ഏകയാഗം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരം ഒരിക്കൽ മാത്രമാണ് നുറുക്കപ്പെടുന്നത്, അത് എന്നേക്കുമായിട്ടാണ്. എബ്രായ ലേഖനം 10:14 പറയുന്നത്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എബ്രായർ 9:11 പറയുന്നത്, കർത്താവ് തൻ്റെ രക്തത്തെ അർപ്പിച്ചത്, അവിടെ പറഞ്ഞിരിക്കുന്ന യേശു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമുള്ളൊരു കൂടാരത്തിൽ കൂടി പശുക്കിടാങ്ങളുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വീണ്ടെടുപ്പ് നമുക്കായി സാധിപ്പിച്ചിരിക്കുന്നു. ഒരിക്കലായി പ്രവേശിച്ചിട്ട് സ്വന്തം രക്തത്താൽ തന്നെ ഒരു വീണ്ടെടുപ്പ്, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. അവൻ ഒരിക്കലായി നിത്യതയിൽ അർപ്പിച്ച രക്തം, നിത്യതയിൽ അർപ്പിച്ച ഈ കൂടാരത്തിലല്ല, വലിപ്പം തികവുമുള്ളൊരു കൂടാരത്തിൽ കർത്താവ് എന്നേക്കുമായി അർപ്പിച്ച രക്തം AD 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കാൻ പര്യാപ്തമാണ്. ആ ഒരൊറ്റ യാഗം
എല്ലാ കാലങ്ങളെയും കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ യാഗം എന്ന് പറയുന്നത് പിന്നെയും ആവർത്തിക്കുക സാധ്യമല്ല. ഇപ്പം പിന്നെയും ആവർത്തിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവേ, നീ അന്ന് യാഗം കഴിച്ചു, ഓക്കെ, സമ്മതിച്ചു, പക്ഷെ അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഞങ്ങൾ വീണ്ടും വീണ്ടും യാഗം കഴിച്ച് ഞങ്ങൾ പാപങ്ങൾ പരിഹരിക്കാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ എന്നേക്കും നിലനിൽക്കുന്ന, എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതൻ നമുക്ക് മധ്യസ്ഥനായി സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ ഇവിടെയുള്ള കുർബാനകളിലൂടെ ഇവിടുത്തെ അച്ഛന്മാരും ശുശ്രൂഷകരും എല്ലാം നമ്മുടെ മധ്യസ്ഥന്മാരായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പഴയ നിയമത്തിലെന്ന പോലെ വീണ്ടും വീണ്ടും യാഗം കഴിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്തു നിഷേധം തന്നെയാണ്, ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ നിഷേധം തന്നെയാണ്. അതുകൊണ്ട് കുർബാന എന്ന് പറയുന്ന ആ ഒരു അപ്പം യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് നിങ്ങൾ പറയുമ്പോൾ, അത് വീണ്ടും നുറുക്കി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ യാഗം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ് അത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്നൊരു വാക്യം, കർത്താവ് വന്ന അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് നൽകേണ്ടത് അരുളി ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് അതിന് ശേഷം പറയുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാനെന്നാണ്. അപ്പോൾ ഈ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന് പറയുന്നതും കർത്താവ് തന്നെ അവൻ്റെ ശരീരത്തെ നൽകുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് യേശുക്രിസ്തു തന്നെയാണ് അപ്പം എടുത്തിട്ട് പറയുന്നത് എൻ്റെ ശരീരം. അപ്പം കർത്താവിൻ്റെ ശരീരം നുറുക്കപ്പെട്ടിട്ടില്ല, ആ യാഗത്തിലേക്ക് പോയിട്ടില്ല. ആ യാഗത്തെ കാണിച്ചുകൊണ്ടാണ് ഇതെൻ്റെ ശരീരം എന്ന് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ അപ്പം എങ്ങനെ നുറുക്കപ്പെടുന്നു അതുപോലെ എൻ്റെ ശരീരം നുറുക്കപ്പെടാൻ പോകുന്നു. കർത്താവിന് എങ്ങനെ പറയാം? കാരണം അത് കർത്താവിൻ്റെ ശരീരമാണ്. ആ നുറുക്കപ്പെട്ട് കഴിഞ്ഞു. നുറുക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം പൗലോസ് പറയുന്നത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് കർത്താവ് പറഞ്ഞു എന്നാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഇതിൻ്റെ വേദശാസ്ത്രം? ഞാൻ ഈ ഒരുപക്ഷെ പെന്തക്കോസ്തുകാർ ഇതിനെല്ലാം ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു നിങ്ങൾ പറയുമായിരിക്കാം. എന്നാൽ CSI ചർച്ചിൻ്റെ ഒരു അപ്പം നുറുക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന, അവർ കുർബാന എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, സംസർഗം അല്ലെ കൂട്ടായ്മ എന്ന വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം നാം നുറുക്കുന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ. അപ്പോൾ ഇവിടെ അവർ ഈ വിശുദ്ധ സംസർഗത്തിൻ്റെ സമയത്ത് വായിക്കുന്ന ഒരു ഭാഗം ഞാൻ ഇന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത് ശരിക്കും ഉപദേശപരമായിട്ട് റിഫോംഡ് തിയോളജി, അതായത് നവീകരണ ഉപദേശത്തിനകത്തുനിന്ന് വരുന്ന ഒരു വാക്യമാണ്. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായും പരിശുദ്ധനാകുന്നു, സത്യമായും വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിൻ്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്കുള്ള സ്വഭാവത്തെ എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി ക്രൂശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവൻ ഒരിക്കലായി തന്നെ തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ, ഇപ്പം ഇനി വഴിപാടില്ല, ഇനി വീണ്ടും അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും, ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല, ആർക്കു വേണ്ടി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. കാരണം ക്രിസ്തു മരിക്കുമ്പോൾ ടെറ്റലസ്റ്റായി എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു. അതായത് അവൻ വീണ്ടെടുക്കുന്ന സകല ആളുകൾക്ക് വേണ്ടിയുള്ള എല്ലാം ക്രൂശിൽ നിർവഹിച്ചു കഴിഞ്ഞു. തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ ആ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടവിടാതെയുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കുകയും വേണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. ഇതാണ് ഡോക്ട്രിൻ. ഒരിക്കലായി നടന്ന യാഗം, പിന്നെ അതിൻ്റെ ഓർമ്മ. അപ്പോൾ നമ്മൾ യാഗം കഴിക്കുന്നില്ല, നമ്മൾ ഒരിക്കൽ നടന്ന യാഗത്തെ ഓർക്കുന്നതേ ഉള്ളൂ. ഞാനിത് കോട്ട് ചെയ്യാൻ കാരണം ഇത് പെന്തക്കോസ്തുകാർ ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് പെന്തക്കോസ്തുകാരുടെ തിയോളജി അല്ല, ബ്രദറുകാരുടെ തിയോളജി അല്ല. ഇതാണ് റിഫോംഡ് ഡോക്ട്രിൻ. അതായത് നവീകരണ ഉപദേശത്തിലൂടെ വരുന്ന ഉപദേശം ഇതാണ്, ഒറ്റയാഗം. ഇത് നവീകരണ ഉപദേശത്തിലൂടെ പെട്ടെന്ന് ചാടി വന്നതല്ല, ഇത് വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെ. ഞാൻ എബ്രായ ലേഖനത്തിലുള്ള 2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ചല്ലോ, അനേകം വാക്യങ്ങളുണ്ട് മതത്തിലുള്ള ആവർത്തിച്ചുള്ള യാഗങ്ങൾ. ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിന് നോക്കുന്ന എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ്. നമുക്ക് അത് വായിക്കാം. എന്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ യാഗങ്ങൾ ആവർത്തിക്കുവാൻ സാധ്യമല്ല? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുകയില്ല. ഇത് പഴയ നിയമത്തിൻ്റെ പ്രതിസന്ധിയായിരുന്നു. വീണ്ടും വീണ്ടും യാഗം കഴിക്കുന്നത് കൊണ്ട് അടുത്തു വരുന്നവർക്ക് ഒരിക്കലും ഒരു ഉറപ്പില്ല, ഒരു സൽഗുണപൂർത്തി വരുന്നില്ല. താഴോട്ട് വായിക്കുമ്പോൾ പറയുകയാണ്, 9-ാം വാക്യം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 2-ാമത്തതിനെ സ്ഥാപിക്കാൻ 1-ാമത്തതിനെ നീക്കിക്കളയുന്നു. 10-ാം വാക്യം, ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 11-ാം വാക്യം, ഏത് പുരോഹിതനും, അത് അന്നുള്ളവരായാലും ഇന്നുള്ളവരായാലും, ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത
അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഈ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. 9-ാം അധ്യായത്തിൽ പറയുന്നത്, അവിടെയും 11-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു വരുവാൻ, ഞാൻ ഇത്തിരി മുമ്പ് വായിച്ച വാക്യമാണ്, ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനെ വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുഗ്രാങ്ങളുടെ രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് നിങ്ങൾ പാപിയാണെന്നൊരു ബോധം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ഉടനെ ഒരു കുർബാന അടുത്തേക്കല്ല പോകേണ്ടത്. നിങ്ങൾ പോകേണ്ടത് ഒരിക്കലായി എന്നേക്കുമായി കഴിച്ച ക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിലേക്ക് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മൽക്കീസദേക്ക് എന്ന മഹാപുരോഹിതനെക്കുറിച്ച് ഉള്ള പരാമർശങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ പറയുന്നത്, എബ്രഹാമിനോട് ദശാംശം വാങ്ങിയവനാണ് മൽക്കീസദേക്ക്. എബ്രഹാമിൻ്റെ മകനാണ് ലേവി. ലേവിയുടെ മക്കളിൽ നിന്നാണ് ശരിക്കും പൗരോഹിത്യം ഉണ്ടാകുന്നത്, മോശയും അഹറോനും. അപ്പോൾ അഹറോന്യ പൗരോഹിത്യം എന്ന് പറയുന്നത് ലേവിയ പൗരോഹിത്യമാണ്. ലേവിയർക്ക് മാത്രമേ പുരോഹിതനാകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ലേവിയ പൗരോഹിത്യം എന്ന് പറയുന്നത്, ഈ ലേവിയെക്കുറിച്ച് പറയുന്നത്, എബ്രഹാമിൻ്റെ ഉള്ളിൽ ലേവി ഉണ്ടായിരുന്നു. എപ്പോൾ? എബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ. അപ്പോൾ ദശാംശം കൊടുക്കുന്ന യജമാനനാണ്, ഉയർന്ന ആൾക്കാണ് ദശാംശം കൊടുക്കുന്നത്. അപ്പോൾ അബ്രഹാം, ലേവി ഇവരെല്ലാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തുവെന്നും എബ്രഹാമിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ലേവിയും അത് ചെയ്തുവെന്നും ഈ ലേഖനത്തിൽ പറയുന്നു. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലേവിയുടെ പൗരോഹിത്യത്തെക്കാൾ, ആവർത്തിക്കപ്പെടുന്ന പൗരോഹിത്യത്തെക്കാൾ ഉന്നതവും ശ്രേഷ്ഠവുമായ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് കർത്താവിനുള്ളത്. ഇവിടെ പറയാണ്, ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതനുമായി മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന എബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അവിടെ പറയുന്നത്, അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നു. അപ്പോൾ അവൻ്റെ പൗരോഹിത്യം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പോലെ. അപ്പം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളൊരു പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിനുള്ളത്. ലേവ്യ പൗരോഹിത്യമല്ല. ലേവ്യ പൗരോഹിത്യം ആചാരങ്ങളാലുള്ളതും താൽക്കാലികമായിട്ടുള്ളതും നിന്നു പോകുന്നതുമാണ്. എന്നാൽ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഒരിക്കലും അവസാനിക്കാത്തതാണെന്നും അതൊരൊറ്റ യാഗം കൊണ്ട് കർത്താവ് എന്നേക്കുമായി ഇതിനെ കവർ ചെയ്തുവെന്നും പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പൗരോഹിത്യ സഭകൾ പഠിപ്പിക്കുന്നത് ഇത് ലേവ്യ പൗരോഹിത്യമാണെന്നാണ്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ചർച്ചുകളിൽ അവർ പാട്ട് പാടുന്നത് ഇങ്ങനെയാണ്: ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹറോൻ മോശയോടൊന്നിച്ച് സ്കറിയായ്ക്ക് അത് നൽകി മോശ. അപ്പം മോശയോടൊന്നിച്ച് അഹറോൻ പോയി പൗരോഹിത്യം നേടി. അത് മോശ സ്കറിയ വരെ എത്തി. യോഹന്നാൻ്റെ പിതാവായ സ്കറിയ യോഹന്നാന് പൗരോഹിത്യം നൽകി. യോഹന്നാൻ കർത്താവിന് പൗരോഹിത്യം നൽകി. കർത്താവ് ശിഷ്യന്മാർക്ക് നൽകി. ശിഷ്യന്മാർ നാനാജാതി വിഭാഗങ്ങൾക്ക്. ഇപ്പോൾ ഈ ഒരു പാട്ടിനകത്തോടെ നമ്മൾ മനസ്സിലാക്കുന്നത് മോശയും അഹ്റോനും കിട്ടിയ അതേ പൗരോഹിത്യം സ്കറിയായിൽ നിന്നും യോഹന്നാനിൽ നിന്നും വാങ്ങി ഇവിടുത്തെ പുരോഹിതന്മാർക്ക് നൽകുന്ന ഒരു ലിങ്കായിട്ട് മാത്രമാണ് യേശുക്രിസ്തുവിനെ ഇവിടെ കാണുന്നത്, ഈ പാട്ടിനകത്ത് കാണുന്നത്. ശരിക്കും ഇത് അഹ്റോന്യ പൗരോഹിത്യമാണ് എന്നുള്ള രീതിയിലാണ് ആ പാട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ആവർത്തിക്കപ്പെടേണ്ടാത്തൊരു പൗരോഹിത്യം, എന്നേക്കും ജീവിക്കുന്ന ഒരു പുരോഹിതൻ, എന്നേക്കും ഇമ്പാക്റ്റുള്ള ഒരു യാഗം. ആ യാഗത്തിന് മാത്രം നമ്മൾ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഈ ആവർത്തിക്കപ്പെടുന്ന ലേവ്യ പൗരോഹിത്യത്തിന് നമ്മൾ രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കർത്തൃമേശ എന്ന് പറയുന്ന ഒരു പുരോഹിത ശുശ്രൂഷയായും ഒരു കർമ്മമായും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ നുറുക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ രണ്ടാമതൊരു യാഗാർപ്പണമായിട്ടാണ് അത് വരുന്നത്. ലേവ്യ പൗരോഹിത്യത്തിൻ്റെ രീതിയിലാണ് ഇവരിത് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും പട്ടത്വ സഭകളിലെ ഏറ്റവും വലിയ പ്രോബ്ലം. ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തെ ഇന്നത് എഫക്റ്റീവ് അല്ല. ഈ അച്ഛന്മാർ ചെയ്യുന്ന കുർബാനയിലൂടെയാണ് പാപമോചനം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ നിഷേധമാണ്. അവരിത് സമ്മതിക്കില്ല, പക്ഷേ ഇൻ എഫക്റ്റ് അതങ്ങനെ ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ ഞാൻ വിശദീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലാണ് ഈ വീണ്ടും വീണ്ടും യാഗത്തിലേക്ക് നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്നത്. ഞാൻ അങ്ങനെയുണ്ട്, പണ്ടൊക്കെ പിള്ളേരൊരു തെറ്റ് ചെയ്തുകൊണ്ട് ഓടിപ്പോയി കുമ്പസാരിക്കാൻ പോകുന്നു. കുർബാനയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട എലമെൻറ്റ്. കുമ്പസാരിച്ച് കുർബാന കൊണ്ട് പാപമോചനം പ്രാപിക്കും. വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുകയാണ്. എന്നിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ വേണേൽ പറയാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഈ കുർബാന ആവർത്തിക്കുന്നുള്ളതാണ്.
ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പിന്നെയും കുർബാന നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുർബാന ഒന്നും എഫക്റ്റീവ് ആയിട്ടില്ലെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ മരിച്ചു കഴിഞ്ഞ ഒരു കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ പാപം തീരണ്ടേ? അത് തീർന്നു എന്നുള്ളൊരു ഗ്യാരണ്ടി ആർക്കും ഇല്ല. അത് തന്നെ ബൈബിൾ പറയുന്നത്. വാഗ്ദത്തങ്ങളില്ല, ഈ യാഗത്തോടുകൂടി വാഗ്ദത്തമില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഏക യാഗത്തോടുകൂടി വാഗ്ദത്തമുണ്ട്. ഇതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോവില്ല, വാഗ്ദത്തമുണ്ട്. എന്നാൽ ഈ കുർബാനകളിൽ വാഗ്ദത്തമില്ല. എന്തുകൊണ്ടില്ല? ഞാൻ മരിച്ച് 1000 വർഷം കുർബാന ചൊല്ലിയാലും ഞാൻ സ്വർഗത്തിൽ പോയോന്ന് അറിയില്ല, നിത്യത പ്രാപിച്ചോന്ന് അറിയില്ല. നിത്യത പ്രാപിച്ചാൽ പിന്നെ കുർബാന ചൊല്ലേണ്ട കാര്യമില്ലോ. അപ്പോൾ കുർബാന പാപമോചനത്തിനാണല്ലോ. അപ്പോൾ എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട് ഞാൻ സ്വർഗത്തിൽ പോയി എങ്കിൽ പിന്നെ ഈ കുർബാന എന്തിനാണ് ചൊല്ലുന്നത്? അപ്പോൾ ശരിക്കും ആർക്കും ഉറപ്പില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ഏകയാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം അപ്പം നുറുക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് യേശു ക്രിസ്തുവിൻ്റെ യാഗമല്ല, യാഗത്തിൻ്റെ ഓർമ്മയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരമല്ല, എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഓർമ്മയ്ക്കായി വേണം ചെയ്യാൻ എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ബൈബിളിലെ കൽപ്പനകളോടുള്ള ഏറ്റവും ഗുരുതരമായ ഡിസൊബീഡിയൻസ്. അത് ഈ പട്ടത്ത സഭകളിൽ കാണുന്നത്. പ്രത്യേകിച്ചും ഞാൻ ഒരു തരത്തിലും ഇത് ഈ പൗരോഹിത്യ സഭകളുമായിട്ട് യോജിക്കാത്തതിൻ്റെ ഒരു കാരണം ഇതാണ് എൻ്റെ ബേസിക് റീസൺ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ അപ്പം നുറുക്കൽ നടക്കേണ്ടത്? എന്താണ് ഇതിൻ്റെ പ്രസക്തി? നമ്മൾ കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അപ്പം നുറുക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ ഒരു പൗലോസ് പറയുന്നത് നമുക്ക് കാണാം. അവിടെ പറയുന്ന സ്ഥാപന വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ മാത്രമല്ല 10-ാം അധ്യായത്തിലും ഇതിനൊപ്പം ചില പരാമർശങ്ങളുണ്ട്. നമുക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 23-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ, ഇത് ഞാൻ എൻ്റെ ശരീരം നിങ്ങൾക്ക് തരികയാണ്, അതിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യണം. അതാണ് ഈ CSI പ്രാർത്ഥനാ പുസ്തകത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. കർത്താവ് ഇത് തികച്ചതിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുന്നു. 26-ാം വാക്യം, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം 25-ാം വാക്യം, അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇത് കുടിക്കുമ്പോൾ നമ്മൾ എന്താ ഓർക്കുന്നത്? നമ്മൾ ഈ പുതിയ നിയമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മുടെ മെമ്മറി. കാരണം ആ രക്തം നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുകയും നമ്മളെ പുതിയ നിയമത്തിൻ്റെ അവകാശികളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അല്ലാതെ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് നിങ്ങൾ നുറുക്കുന്നു എന്ന് പൗലോസ് പറയുന്നില്ല. ഓക്കെ, 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആത്മീക പാനീയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം അവിടെ പറയുന്ന 16-ാം വാക്യത്തിൽ പറയുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. അപ്പം നമ്മളെല്ലാം ആ അപ്പത്തിൻ്റെ നുറുക്കുകളാകുന്നുവല്ലോ എന്നാണ്. അപ്പോൾ ഒരപ്പം എടുത്തു കഴിയുമ്പോൾ ഐഡിയലി ചെറിയ സഭകളാണ് എപ്പോഴും നല്ലത്. ഒരപ്പത്തിൻ്റെ അംശികൾ, ഒരപ്പം എടുക്കുന്നു. ഇപ്പോൾ 2 അപ്പം വലിയ സമൂഹമാണ്, 2 അപ്പം എടുക്കുന്നോർത്തുകൊണ്ട് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും ഐഡിയലായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരപ്പം എടുത്തു. ഇത്ര ആൾക്കാർ മതി ഒരു കൂട്ടത്തിൽ. എന്തിനാണ് 10, 100, 150 പേരുള്ള ചർച്ചകൾ? അവിടെ ആർക്കും പരസ്പരം അറിയാൻ പോലും പറ്റില്ല. ഒരു അവയവമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു ശരീരത്തിന് വേണ്ടത്ര അവയവങ്ങൾ അസംബിൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ആളുകൾ കൂടുവാണെങ്കിൽ 2 സഭയായിട്ട് പരസ്പര സ്നേഹത്തിലാട്ടോ, തല്ലിപ്പിരിഞ്ഞ് പോകുന്ന കാര്യമല്ല ഞാൻ പറയാം. അപ്പോൾ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ഇതിൽ അംശികളാകുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന എന്ന് പറയുന്നത് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അവൻ്റെ ശരീരം എനിക്കായി നുറുക്കപ്പെട്ടു, ഒരു ആത്മീക ശരീരം ഉണ്ടായി. ഈ ആത്മീക ശരീരം സഭയാണ്. ഈ സഭയിലെ ഒരു നുറുക്കാണ് ഞാൻ. അപ്പോൾ ഞാൻ അപ്പം നുറുക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ഈ സഭയിലൊരു നുറുക്കാണ്, ഞാൻ ഈ സഭയിലൊരു അംശിയാണ്. ഇങ്ങനെയാണ് ഓരോരുത്തരും നുറുക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആത്മീക ശരീരത്തിൽ, മാർമിക ശരീരത്തിൽ ഞാനൊരു അംഗമാണ് എന്നൊരാൾ ആ നുറുക്കിക്കൊണ്ടാണ് പറയുന്നത്. ശരിക്കും ശുശ്രൂഷ എന്ന് പറയുന്നതിൻ്റെ പേര് തന്നെ അപ്പം നുറുക്കൽ എന്നാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോഴെന്നാണ്. അത് അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തു പോന്നു. 42-ാം വാക്യം, അവർ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പം കഴിച്ചും എന്നല്ല, കുർബാന എടുത്തും എന്നല്ല, യാഗം കഴിച്ചു എന്നല്ല, ഒന്നുമല്ല, അപ്പം നുറുക്കി. അതിനർത്ഥം എന്താണ്? ഞാൻ ഈ അപ്പത്തിലൊരു അംശയാണ്. അവിടെ കുർബാന കഴിച്ചെന്ന് പറയുന്നില്ല. ഈ കുർബാനയായിട്ട് മാറിയത് പിന്നീട് വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അവരൊന്നിച്ചു കൂടിയിരുന്നു, ഒരപ്പത്തിൻ്റെ അംശികളാണെന്ന് പ്രഖ്യാപിച്ചു. ഈ അപ്പം നുറുക്കപ്പെടുന്ന പോലെ കർത്താവിൻ്റെ ശരീരം നുറുക്കപ്പെട്ടതിനെ ഓർത്തു. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 20-7 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഞങ്ങൾ കുർബാന കാണാൻ കൂടി വന്നപ്പോൾ എന്നല്ല, അപ്പം നുറുക്കുവാൻ.
അപ്പോൾ ആരാ അപ്പം നുറുക്കുന്നത്? അപ്പം നുറുക്കുന്നതിനകത്ത് അംശികളാണ് നുറുക്കുന്നത്, നമ്മളെല്ലാവരുമാണ് നുറുക്കുന്നത്. കാർമ്മികനല്ല, അങ്ങനെ കാർമ്മികനില്ല, ക്രിസ്തുവാണ് കാർമ്മികൻ. അപ്പോൾ അപ്പം നുറുക്കൽ ശുശ്രൂഷ നടത്തുന്ന ഉപദേശിയായാലും ശുശ്രൂഷകരായാലും ആരായാലും അവരപ്പം എടുത്തിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്തിട്ട് ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിച്ച് സ്തോത്രം ചെയ്തിട്ട്, അതായത് കർത്താവ് ഞങ്ങൾക്കായി മരിച്ചതിന് സ്തോത്രം എന്ന്, ഞങ്ങൾ ആ മരണത്തിൽ ഉൾപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം, ഞങ്ങളുടെ പാപങ്ങളെ മോചിച്ചതിനായിട്ട് സ്തോത്രം, പുതിയ നിയമത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം, ആ സ്തോത്രം ചെയ്ത് ദൈവത്തെ വാഴ്ത്തി അപ്പം നുറുക്കുകയാണ്. ആര് നുറുക്കുകയാണ്? കാർമ്മികനല്ല, ഓരോരുത്തരും നുറുക്കണം. ആ അപ്പം നുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നുറുക്കാൻ പോകണം, ഞാൻ നുറുക്കണം. എനിക്ക് നുറുക്കി തന്നാൽ പോരാ, നമ്മൾ നുറുക്കി തരേണ്ട കാര്യമില്ല, നമുക്ക് നുറുക്കാം. അതാണ് കറക്റ്റ്, ഏറ്റവും കറക്റ്റ്. ഇപ്പോൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ചർച്ചയിൽ ഇങ്ങനെ നുറുക്കി തന്നെന്ന് ഓർത്തുകൊണ്ട് എനിക്കോ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. പക്ഷേ ഇതാണ് ഏറ്റവും ഉചിതമായി നടത്തുന്നത്, അങ്ങനെ തന്നെയാണ്. പതുക്കെ പതുക്കെ മാറി അത് വട്ടത്തിലുള്ള കുഞ്ഞപ്പങ്ങളായി, അത് നുറുക്കാതെ കഴിക്കലായി, ആരും നുറുക്കാത്ത അവസ്ഥ വന്നു. അപ്പോൾ അപ്പം നുറുക്കൽ എന്നുള്ള ശുശ്രൂഷയ്ക്കകത്ത് പോലും അനേകം കുഴപ്പങ്ങൾ ഇപ്പോൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാനപാത്രത്തിന് കുടിക്കാൻ വയ്യാത്ത അവസ്ഥയായി, പല പല കുഞ്ഞു കുഞ്ഞു പാനപാത്രങ്ങളായി. എന്നാലും ഓക്കെ, ഇതിനെല്ലാം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ, കർത്താവിൻ്റെ കൽപ്പന നോക്കിക്കഴിഞ്ഞാൽ ഒരു പാനപാത്രത്തിൽ കുടിക്കുകയും ഒരപ്പത്തിൻ്റെ അംശികളായി മാറുകയും ചെയ്യുന്ന സഹോദരങ്ങൾ, മക്കൾ, ഈ അവകാശത്തെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി തിങ് ആണ്. ഇറ്റ്സ് നോട്ട് എ കുർബാന തിങ്, ഇറ്റ്സ് നോട്ട് എ സെറമോണിയൽ തിങ്. ഇത് ശരിക്കും ഒരു കമ്മ്യൂണിറ്റി ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയാണ് എല്ലാ സഭകളിലും നടക്കേണ്ടത്. ആ ചർച്ച് എന്ന ബോഡിയുടെ അക്നോളജ്മെൻ്റാണ് ശരിക്കും അപ്പം നുറുക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പം നുറുക്കൽ ശുശ്രൂഷ ആർക്ക് ചെയ്യണം? ഓർഡിനേഷൻ ഉള്ളവരാണോ ചെയ്യുന്നത്? അല്ല, അതാത് സഭയിലെ മൂപ്പന്മാരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അതാത് സഭയിലെ മൂപ്പന്മാരാൽ നടക്കേണ്ട ശുശ്രൂഷകളാണിത്. ഇന്ന് പലപ്പോഴും പെന്തക്കോസ്ത് സഭകളിൽ പോലും ഈ മറ്റ് പൗരോഹിത്യ സഭകളെ പോലുള്ളൊരു അനുകരണം കാണാൻ സാധിക്കുന്നുണ്ട്. പല സമയത്ത് ഈ പാസ്റ്റർമാരെടുത്ത് ഇത് വാഴ്ത്തുമ്പോൾ അവർ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതിന് പകരം യേശുക്രിസ്തു സ്ഥാപനവാക്യങ്ങൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പട്ടത്വ സഭകളിൽ ആ സ്ഥാപനവാക്യങ്ങൾ പറഞ്ഞ പോലെ ഈ സ്ഥാപനവാക്യങ്ങൾ പറയുമ്പോൾ എന്തോ സംഭവിക്കുന്നു എന്നൊരു ചിന്തയാണ് പലപ്പോഴും ഈ ഫ്രീ ചർച്ചുകളെയും സ്വാധീനിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെടുത്ത് പറയുന്ന വാക്കുകളിലൊന്നുമില്ല, ഓർമ്മയാണ് അതിനെ വിശദീകരിക്കുന്നത്. ഓർമ്മയാണ്, അതായത് ഇത് യേശുവിൻ്റെ മരണം എന്ന ഓർമ്മ, അതിനുള്ള സ്തോത്രമാണ്. ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോഴാണ് അത് വിശുദ്ധമാകുന്നത്, സെപ്പറേറ്റ് ആകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ചെയ്ത് നുറുക്കുന്നതിന് പകരം ഇതൊരു ആഘോഷമാക്കി ഇന്ന് മാറ്റിയിരിക്കുന്നത് ഈ പഴയ മറ്റ് ചർച്ചകളുടെ കുർബാന പോലെ ഏതാണ്ട് തോന്നുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പല ആൾക്കാരും പറയുന്നത് ആഴ്ചയിലൊരിക്കൽ ഇത് നടത്തരുത്, വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ മതി, കാരണം എപ്പോഴും നടത്തിയാൽ ഇതിൻ്റെ പവിത്രത പോകും എന്ന് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 20:7 പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അവർ അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ എന്നാണ്. സഭ അസംബിൾ ചെയ്യുമ്പോൾ സഭ കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നത് അപ്പം നുറുക്കിയാണ്. കാരണം ആ അപ്പം നുറുങ്ങുന്ന പോലെ കർത്താവിൻ്റെ ശരീരം നുറുങ്ങിയത് കൊണ്ടാണ് എനിക്ക് അവൻ്റെ സന്നിധിയിൽ പ്രവേശനം ലഭിച്ചത്, അവനെ ആരാധിക്കാൻ പറ്റുന്നത്. പ്രിയ സഹോദരങ്ങളെ, എല്ലാ ആഴ്ചയും ഇത് ചെയ്താലും അതിൻ്റെ പവിത്രത പോവുകയൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചാൽ ബൈബിൾ വായിക്കുന്നതിൻ്റെ പവിത്രത പോവില്ല എന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞാണെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ നമ്മൾ ആത്മീക കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ, അതായത് ആത്മീക അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ. അതല്ലാതെ ഒരിക്കലും അത് ബോറിംഗ് ആയിട്ട് മാറുകയില്ല. കാരണം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മ എപ്പോഴും നമ്മളെ പുതുക്കുന്നതും നമ്മുടെ ആത്മാവിൽ നവീകരിക്കുന്നതുമാണ്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഇത് ചെയ്യുന്നതാണ് ഉചിതം. കാരണം വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യുവിൻ, കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യുമെന്ന് ബൈബിളിലില്ല. അത് ഈ പല സ്ഥാപനവാക്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയതാണ്, അങ്ങനെ ബൈബിളിലില്ല. എന്നാൽ അപ്പം നുറുക്കുവാൻ അവർ കൂടി വന്നിരുന്നു, അവർ വീടുകളിൽ അപ്പം നുറുക്കി പോന്നിരുന്നു എന്ന് നമുക്കറിയാം. ഇനി അപ്പം നുറുക്കലിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ പഠനം അവസാനിപ്പിക്കാം. അപ്പം നുറുക്കുന്നവരെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത് തന്നെത്താൻ ശോധന ചെയ്യണം, കർത്താവിൻ്റെ സഭയെ വിവേചിക്കണം. ഈ 2 കാര്യങ്ങൾ വളരെ നിർബന്ധമാണ്. നമ്മൾ അപ്പം നുറുക്കാൻ കൂടി വരുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യണം. ഇതിനകത്ത് എൻ്റെ മെറിറ്റ് ഉണ്ടോ? ഇല്ല. കർത്താവേ, നിൻ്റെ കൃപ മാത്രമേ ഉള്ളൂ. ഞാൻ നല്ലവനായതുകൊണ്ടല്ല, നീ എന്നോട് കരുണ കാണിച്ചതുകൊണ്ട്, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ സൗഖ്യമാക്കിയതുകൊണ്ട്, പാപത്തിൻ്റെ രോഗത്തിൽ ഞാൻ നശിച്ചു പോകേണ്ടവനായിരുന്നപ്പോൾ സ്വർഗീയമായ നീതിയാൽ എന്നെ രക്ഷിച്ചതിനായിട്ട്, നിൻ്റെ രക്തത്താൽ എൻ്റെ പാവങ്ങളെ കഴുകി എന്നെ വീണ്ടെടുത്തതിനായിട്ട് ഞാൻ നിന്നോട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മെറിറ്റ് അല്ല. അപ്പം ഞാൻ വിവേചിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നതാണ്. അതോടൊപ്പം കർത്താവിൻ്റെ സഭയെ കൂടെ വിവേചിക്കണം എന്ന് അവിടെ പറയുന്നു. ശോധന സഭയെ, അപ്പോൾ സഭയെക്കുറിച്ച് എന്തിനാണ് അങ്ങനെ പരാമർശം അവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ സഭയുടെ അംശയാണെന്ന് പറഞ്ഞാണല്ലോ ഞാൻ അപ്പം നുറുക്കുന്നത്. ശരിക്കും അംശയാണോ? ആ സഹോദരനോട് സ്നേഹക്കുറവുണ്ടോ? ആ സഹോദരനെ ഞാൻ എൻ്റെ സ്വന്തമായി കാണുന്നുണ്ടോ? ഈ സഭയിൽ
ഒരു ശരീരമായുള്ളൊരു സ്നേഹം എനിക്കുണ്ടോ? അത് ഞാൻ ശോധന ചെയ്യണം. സഭയെ വിവേചിക്കണം. കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന ഹൃദയത്തോടെയാണ് കർത്താവ് നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ എന്നൊരു തകർന്ന ഹൃദയമാണ്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനായി നീ മരിച്ചല്ലോ എന്നുള്ളൊരു തകർന്ന ഹൃദയമാണ് നമുക്ക് അപ്പം നുറുക്കുമ്പോൾ പങ്കാളികളാകുന്നതിന് വേണ്ട യോഗ്യത. ആ യോഗ്യത ഉള്ളവരാണ് ശരിക്കും അപ്പം നുറുക്കലിൻ്റെ ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനപ്രകാരമുള്ള ആ ആത്മീക സത്യങ്ങൾ ഉൾക്കൊണ്ടുള്ള അപ്പം നുറുക്കുവാൻ നിങ്ങളെല്ലാവരും ദൈവം അതിന് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നമ്മളെ ആത്മീകമായി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്കായി തന്നു. കർത്താവെ, ഞങ്ങൾക്ക് ജീവനായി മാറുവാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്ന അപ്പം ചിതറപ്പെട്ടു. കർത്താവെ, അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ടു. കർത്താവെ, തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറി ഞങ്ങൾക്ക് ജീവൻ്റെ പുതുവഴി അവിടെ തുറന്നു തന്നു. കർത്താവെ, ഞങ്ങൾ അപ്പം നുറുക്കുമ്പോൾ കർത്താവെ, ഈ അപ്പം ഞങ്ങൾക്ക് ആ ജീവനെ ഓർമ്മിപ്പിക്കുവാൻ, ആ ജീവനിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ആത്മീക വർധനയ്ക്കായി ഉപകരിക്കുന്ന രീതിയിലാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ രക്തം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും പാപമോചനം നൽകുകയും എന്നേക്ക് നിലനിൽക്കുന്ന പുതിയ നിയമത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തതിനാൽ ഞങ്ങളിനി അങ്ങേക്കുള്ളവരാണ്. ഞങ്ങൾ സ്വന്തമായി ഞങ്ങൾക്കുള്ളവരല്ല. കർത്താവ്, അങ്ങയുടെ നാമം ഞങ്ങളുടെ മഹത്വപ്പെടുവാൻ, ആ പുതിയ നിയമത്തിൻ്റെ ആനന്ദത്തിൽ എന്നും അങ്ങയോടുകൂടെ സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കുവാനിടയാകണമേ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.